അഹ്ലുബൈത്ത് ആദർശത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കണം, അവർ വല്ലിപ്പാനെ പറയിപ്പിക്കരുത് എന്ന് ഉറക്കെ ചിന്തിക്കുകയും ശക്തമായി വാദിക്കുകയും മറ്റെല്ലാവർക്കും മുന്നിൽ ആ വിഷയത്തിൽ നേതൃത്വം നൽകുകയും ചെയ്ത വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഫൈസിയായിരുന്നു, പണ്ഡിതനായിരുന്നു, സയ്യിദായിരുന്നു. കുണ്ടൂർ ഉസ്താദിൻ്റെ രണ്ടാം മുദരിസായി പ്രവർത്തിച്ചു കുറേ കാലം. പിന്നെ അദ്ദേഹം ബോംബെയിലൊക്കെ പോയി പരിശുദ്ധ ദീനിൻ്റെ ദഅവത്തും സാധു സമൂഹങ്ങൾക്കുള്ള സമാശ്വാസവും സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റം വളരെ വളരെ വലുതായിരുന്നു. പണ്ടൊരിക്കൽ അദ്ദേഹം ബോംബെയിലുള്ള കാലം, അന്ന് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരോ കാന്തപുര ഉസ്താദിനെ കുറിച്ച് എന്തോ അപവാദം പ്രചരിപ്പിച്ചു. ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ അന്ന് ബോംബെയിലാണ്, അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നില്ല. കാന്തപുരം ഉസ്താദ് ബോംബെയിൽ വന്ന് അദ്ദേഹം ചില സദസ്സുകളെ അഭിമുഖീകരിച്ചു. ഇവിടെയുള്ള ശത്രുക്കൾ അവിടെയും അസ്വാരസ്യങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. 1980 കാലമാണ് ആ കാലം. ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ ബോംബെയിലുള്ള ആ കാലത്ത് ബോംബെ കേരള മുസ്ലിം ജമാഅത്ത് എന്ന അവിടെയുള്ള ഒരു കേരളീയ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സംഘടിത സ്വഭാവവും സ്ഥാപനവും അത് സന്ദർശിക്കാൻ പട്ടിക്കാട്ടെ പ്രിയപ്പെട്ട ഗുരുവായിരുന്ന, അന്ന് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള മഹാപുരുഷനായിരുന്ന, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ.കെ. ഉസ്താദ് വന്നു. ഇ.കെ. ഉസ്താദിനെ ചില ആളുകൾ ചില എഴുത്ത് കൊടുത്ത് കാന്തപുര ഉസ്താദിനെ കുറിച്ച് എന്തൊക്കെയോ ആ എഴുത്തിൽ കുത്തി നിറച്ച് കേരളത്തിൽ അവർ തുടങ്ങാൻ വിചാരിച്ച ഫിത്നകൾ ബോംബെയിൽ തുടങ്ങാൻ ആഗ്രഹിച്ച ഒരു സമയം. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അന്ന് ഈ കത്ത് കണ്ടപ്പോൾ ചോദിച്ചു, ഇത് ആർക്കുള്ള കത്താണ്? അത് സമസ്തയ്ക്കുള്ള കത്താണ്, എന്നാൽ എൻ്റെ കയ്യിൽ തരരുത്, അത് കോഴിക്കോട്ട് ഓഫീസിലേക്ക് അയച്ചോളൂ. ഫിത്ന ഉണ്ടാക്കാൻ വന്ന ആളുകൾ മുഴുവനും നിരാശരായിപ്പോയ ഒരു സാഹചര്യം. അത് അവിടെ എത്തി അവിടുന്ന് അങ്ങ് വായിച്ച് പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് അന്വേഷിച്ച് തീരുമാനമെടുക്കണമെങ്കിൽ വളരെ വൈകുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനും താങ്കൾക്ക് കേൾക്കാനും അവസരമുണ്ടാകണം, ഇപ്പോൾ വായിക്കണം എന്നവർ പറഞ്ഞു. ശംസുൽ ഉലമ പറഞ്ഞു, ഇത് സമസ്തയ്ക്കുള്ള കത്താണ്, സെക്രട്ടറിക്കുള്ള കത്തല്ല. സമസ്തയ്ക്കുള്ള കത്ത് കോഴിക്കോട്ട് ഓഫീസിലേക്ക് രേഖാമൂലം അയക്കണം, ഞാനത് തുറന്നു നോക്കുന്ന പ്രശ്നമില്ല. ഉണ്ടാകാൻ പോകുന്ന ചില ഫിത്നകൾ ഇനി ഇല്ലെങ്കിൽ പോലും നാട്ടിൽ അതിൻ്റെ പേരിൽ അവർ സൃഷ്ടിക്കാൻ പോകുന്ന പത്രവാർത്തകൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന അന്നത്തെ മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഇവരെന്തു പറഞ്ഞിട്ടും വഴങ്ങിയില്ല. ബഹുമാനപ്പെട്ടവർ സംഘടനയുടെ ആ ഒരു പേരും മേൽവിലാസവും അവരാദ്യം പറഞ്ഞതിൽ തന്നെ മുറുക്കിപ്പിടിച്ച് ഒഫീഷ്യലായി തന്നെ കാര്യങ്ങൾ വേണമെന്ന് ശഠിച്ചപ്പോൾ അവിടെ കുഴപ്പമുണ്ടാക്കാൻ വിചാരിച്ച ആളുകളൊക്കെ തോറ്റ് അവർ ആ ഓഫീസിൽ നിന്ന് താഴേക്ക് കോണി ഇറങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ അങ്ങോട്ട് കയറിപ്പോകുന്നത്. ഇത് നല്ല തൊപ്പിയുള്ള താടിയുള്ള ഒരു തങ്ങളാണ്. ഇത് പണ്ട് നന്നായി ദർസ് നടത്തിയ ഒരു പണ്ഡിതനും പട്ടിക്കാട് പഠിച്ച ഫൈസിയുമാണ്.
ആ ആളുകൾക്ക് ഇദ്ദേഹത്തെ അത്ര പരിചയമല്ല. അവർ ഇറങ്ങി വരുമ്പോൾ അവർ ഇ.കെ. ഉസ്താദിനെ മോശമായ രൂപത്തിൽ ആക്ഷേപിക്കുകയാണ്. കാക്കാന്ന് പറഞ്ഞു, പിന്നെ അതിലും വൃത്തികെട്ട ചില വാക്കുകൾ പറഞ്ഞു. കാക്കാന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ പേരാന്ന് കരുതാം. പിന്നെ പറഞ്ഞ വാക്കുകളൊക്കെ മൃഗങ്ങളുടെ പേരും തൊട്ടാൽ കുളിക്കേണ്ട രൂപത്തിലൊക്കെയുള്ള പ്രത്യേക ചില ജീവികളുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ഈ രാഷ്ട്രീയക്കാർ, ഫിത്നക്കാർ ആ കോണി ഇറങ്ങി വരുന്നത്. രാഷ്ട്രീയക്കാരെ ഇന്നത്തെയും സ്വഭാവം അതാണ്. ആ ആവശ്യമുള്ള കാലത്ത് അവർ അങ്ങനെ സാധിക്കുന്ന കാലത്ത് അത് പത്രങ്ങളിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അങ്ങനെ എഴുതി നിറയ്ക്കലാണ്. ഒരു കാലഘട്ടത്തിൽ സ്റ്റേജിൽ കെട്ടിയും അങ്ങനെ വിളിച്ചു കൂവിയ ഒരു കാലം കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പഴയ മനുഷ്യർക്ക് ഓർമ്മയുണ്ട്. മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ എന്ന് പറഞ്ഞ് ബാക്കി ഇ.കെ. ഉസ്താദിൻ്റെ പേരൊക്കെ എഴുതി വച്ച പത്രങ്ങളും ചില വ്യക്തികളും അക്കാലം ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദിനെ വളരെ മോശപ്പെട്ട രൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് അന്ന് ബോംബെയിലെ രാഷ്ട്രീയ പ്രേരിതരായ ആ ഫിത്നക്കാരായ ആളുകൾ കോണി ഇറങ്ങി വരുന്നത്. ആ സംസാരം കേട്ടുകൊണ്ടാണ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയത്തങ്ങൾ കോണി കയറി ചെല്ലുന്നത്. അവരാ പറഞ്ഞ വാക്കുകൾ മൂപ്പര് ശരിക്കൊങ്ങ് കേട്ടു. ആ കോണിയിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചിട്ട് അപ്പറഞ്ഞ തമ്മാടികളെ മുഴുവനും ചവിട്ടിക്കൂട്ടിയ ആണത്തം. അന്നത്തെ 30കാരൻ്റെ ധൈര്യവും ചങ്കൂറ്റവും തങ്ങളെ കണ്ടവർക്കറിയാം. ആ തടിമിടുക്കും ബഹുമാനപ്പെട്ടവരുടെ കായ ബലവും ശക്തിയും. 1-2 പേര് ഹോസ്പിറ്റലിലായി എന്നാണ് കഥയുടെ ബാക്കി. ബഹുമാനപ്പെട്ട തങ്ങൾ പുരുഷനായിരുന്നു, ആൺകുട്ടിയായിരുന്നു, പണ്ഡിതനായിരുന്നു, നേതൃത്വം എന്ന് പറയാൻ കൊള്ളാവുന്ന മഹാവ്യക്തിയായിരുന്നു. അഹ്ലുസുന്നത്തിൻ്റെ വഴിയിലാണ് സയ്യിദുമാർ സഞ്ചരിക്കേണ്ടത്. ഉപ്പായുടെ വല്യുപ്പയുടെ പിതൃത്വം ചോദ്യം ചെയ്യുന്ന തരികട ബിദഅത്ത് പിശാചുക്കള വഴിയിൽ ഒരു സയ്യിദും പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആർജവമുള്ള, ദീനീബോധമുള്ള, ശരിയായ കാഴ്ചപ്പാടുള്ള മഹാവ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ. ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, ദറജകൾ ഏറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു വലിയ തൗഫീഖ് നമുക്കും ഈ മഹത്തുക്കളെ ഇസ്ലാമിൻ്റെ പേരിൽ സ്നേഹിക്കുന്നു, അതിൻ്റെ പേരിൽ നമുക്കും അള്ളാഹു നൽകുമാറാകട്ടെ. വലിയ തങ്ങളാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ്. അവിടുത്തെ മക്കളാണ് ലോകത്തെ എല്ലാ തങ്ങന്മാരും. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ആ തലമുറയിലെ ആദ്യത്തെ കണ്ണികൾ. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. പിന്നെ ആ കുടുംബം മുറിഞ്ഞുപോയി എന്ന് പറയുന്നവരാണ് ബിദ്അത്തുകാർ ഏതാണ്ട് എല്ലാവരും. അവർ ചരിത്രം പഠിച്ചില്ല. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നെ അലി സൈനുൽ ആബിദീൻ എന്ന് പറയുന്നൊരു മകൻ ബാക്കിയുണ്ടായിരുന്നു. ആ മകനിലൂടെ അഹ്ലുബൈത്ത് ലോകത്ത് നിലനിൽക്കുകയാണ്. നിലനിൽക്കും എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. മുത്തുനബിയുടെ എതിരാളികൾക്കാണ് വാലറ്റു പോവുക. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കൾ കാലാകാലം ഇവിടെ ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ. മുത്തുനബിയുടെ ചെറിയ കുട്ടികളൊക്കെ വഫാത്തായി പോയപ്പോൾ സന്തോഷിച്ചതാണ് ശത്രുക്കൾ. ഈ പ്രസ്ഥാനവും അങ്ങനെ മുടിഞ്ഞു പോകും എന്നൊരു മനപ്പായസം ഉണ്ടതാണ്. അതിന് മറുപടിയാണ് ഇന്ന അഅ്തൈനാക്കൽ കൗസർ. അള്ളാഹു അങ്ങേക്ക് സമൃദ്ധി തരാൻ പോവാൻ, മക്കളിലും അനുയായികളിലും ഭൗതിക നന്മകളിലൊക്കെയും. നിങ്ങളെ ഉമ്മത്ത് ലോകാവസാനം വരെ നിലനിൽക്കും. അന്ന് അവരായിരിക്കും ഏറ്റവും കൂടുതൽ. നിങ്ങളുടെ മക്കൾ ലോകത്തെല്ലാ നാട്ടിലും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാകും. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ആശ്വസിപ്പിക്കുന്നത്. അലി സൈനുൽ ആബിദീൻ ശേഷിച്ചു. ബഹുമാനപ്പെട്ടവർ പ്രായപൂർത്തിയായി, വിവാഹം കഴിച്ചു, സന്തതികളുണ്ടായി. അഹ്ലുബൈത്ത് ഇന്ന് ലോകം നിറഞ്ഞു നിൽക്കുന്നു. ഈ സദസ്സിൽ ധാരാളം സയ്യിദുമാരുണ്ടെന്ന് എനിക്കറിയാം, ഈ സ്റ്റേജിലും. അതുകൊണ്ടൊക്കെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ആ അലി സൈനുൽ ആബിദീൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, അഹിബ്ബൂന മഹബ്ബത്തൽ ഇസ്ലാം ലാ തഅ്ബുദൂന ഇബാദത്തൽ അസ്വനാം. വിഗ്രഹവൽക്കരിച്ച് ഞങ്ങളെ ആരും സ്നേഹിക്കണ്ട, ഇസ്ലാമിൻ്റെ പേരിൽ ഉള്ള സ്നേഹം മതി ഞങ്ങൾക്ക് എന്ന് സയ്യിദുന അലി സൈനുൽ ആബിദീൻ. ചില ആളുകൾ വേറെ പലരെയും സ്നേഹിക്കുന്നത് പന്ത് കളിയുടെ പേരിലാണ്. അങ്ങനെ ഒരു സൂക്കേട് പാലായിലും തൊടുപുഴയിലും ഇടുക്കിയിലും കട്ടപ്പനയിലും ഒന്നുമില്ലെങ്കിലും മുക്കത്തും മഞ്ചേരിയിലും കൊയിലാണ്ടിയിലും നമ്മളെ ഉമ്മത്തുള്ള സ്ഥലങ്ങളിൽ കുറച്ചധികമുണ്ട്. അതിൻ്റെ പ്രയാസങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ നാണം കെടുത്താതെ രക്ഷപ്പെടുത്തി തരട്ടെ. അവനവൻ്റെ മെസ്സിൻ്റെ കാര്യം ആലോചിക്കാൻ നേരല്ല. മെസ്സി വന്നോ വരുമോ വരൂലേ, ഇത് ചർച്ച ചെയ്ത് ഭരണകൂടവും അല്ലാത്ത പാവം മനുഷ്യന്മാരും സമയം ചെലവാക്കി കുറേ മരം ആരൊക്കെയോ കട്ടുമുറിച്ച് വിറ്റു. കുറേ ആളുകൾ കോടികൾ ആ വകയിലൊക്കെ അടിച്ചു മാറ്റി. ദരിദ്ര നാരായണന്മാരുടെ കേരളം ഇപ്പോഴും പന്ത് കളിയുടെ കോർട്ടിൽ നിന്ന് കയറിയിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ പറയുന്നത്, പന്ത് കളിയുടെ പേരിലാണ് ചിലർക്ക് ഭയങ്കര സ്നേഹം വേറെ ചിലരോട്. ഫമാ ലക്കും ഫിൽ മുനാഫിഖീന ഫിഅത്തൈൻ. ഏതോ ജന്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് കടികൂടണോ എന്ന ഖുർആൻ്റെ ചോദ്യം ഈ ഇരിക്കുന്ന ഹാഫിളുകൾക്കറിയാം, ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർക്കറിയാം. ആ ചോദ്യം നമ്മുടെയൊക്കെ നെഞ്ചിലേക്ക് വരുമോ? മര്യാദക്ക് ആലോചിച്ചോളൂ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. കുനിയിൽ ഒരു ഇരട്ടക്കൊലയുണ്ടായി. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള വാശിയല്ല, അത് മതത്തിൻ്റെ പേരിലുള്ള വർഗീയതയല്ല, അത് തൊഴിലാളികൾ തൊഴിലിൻ്റെ പേരിൽ സംഘട്ടനത്തിൽ സംഭവിച്ചു പോയതല്ല. അത് ഫുട്ബോൾ കളിയുടെ മാച്ച് നടത്തിയപ്പോൾ ടീം രൂപവൽക്കരിച്ചപ്പോൾ അതിൻ്റെ മേലുണ്ടായ വാശിയാണ്. അതിൻ്റെ പേരിൽ വാശിയുണ്ടായി, അടിപിടിയുണ്ടായി, സ്വത്തുവകകൾ കണ്ടമാനം നശിപ്പിക്കപ്പെട്ടു. കുറേ കുടുംബങ്ങളിൽ പലരും കയറി ബഹളമുണ്ടാക്കി. ഒടുവിൽ 2 ആൾ കൊല്ലപ്പെട്ടു. നിയമസഭയിൽ അത് ന്യായീകരിക്കാൻ പോലും ആളുണ്ടായി. ലജ്ജാകരം. മലപ്പുറം ജില്ല ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലായിരുന്നു. പന്ത് കളിയുടെ പേരിൽ ചിലരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു രൂപം ഞാൻ പറഞ്ഞതാണ്. വേറെ ചില ആളുകൾക്ക് മറ്റു പലരോടുള്ള സ്നേഹം തൊലി മിനുസത്തിൻ്റെ പേരിലോ അങ്ങനെ എന്തിനൊക്കെയോ പേരിലാണ്. സാനിയ മിർസ എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങളുണ്ട്. അവൾ കളിക്കുന്ന ചില കളികളും ഒക്കെ ഉണ്ട്. ആ കളിയൊക്കെ കളിക്കുമ്പോൾ മാതൃഭൂമി അടിയിൽ നിന്നാണ് ഫോട്ടോ എടുക്കുക, ചാട്ടത്തിൻ്റെ നേരം. അത് ഫസ്റ്റ് പേജിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചിത്രമായിട്ട്. ആ കളിയുടെ പേര് നിങ്ങൾക്കറിയാം. ആ സാനിയ മിർസ എന്ന് പറയുന്ന പെണ്ണ് നബി കുടുംബമാണത്രേ. അതിൻ്റെ പേരിൽ ആരെങ്കിലും മഹബത്തിൻ്റെ ഷാളുമായിട്ട് പുറപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. ആ വ്യക്തിയെ കുറ്റം പറയാൻ ഞാനില്ലെങ്കിലും ആ ചെയ്യുന്ന പണി വളരെ മോശപ്പെട്ട പണിയാണ്. അല്പവസ്ത്രധാരിണിയായി അവർ കളിക്കുന്ന കളി കുടുംബത്തിന് ചേർന്നതല്ല, ദീനിന് ചേർന്നതല്ല, അച്ചടക്കമുള്ള മുസ്ലിം സ്ത്രീക്ക് ചേർന്നതല്ല. അത് പറയാതെ പറ്റില്ല. ആര് പിണങ്ങിയാലും സാരമില്ല. അബുൽ അഅ്ല മൗദൂദി ഒരു സയ്യിദാണ്. ബാപ്പയും ഉമ്മയും സയ്യിദ് കുടുംബത്തിലുള്ള ആളാണ്. പക്ഷെ അയാൾ എഴുതി വെച്ച തീവ്രവാദം കൊണ്ട് ലോകത്തെ മുസ്ലിമീങ്ങൾ ഇന്നും കഷ്ടപ്പെടുകയാണ്. അയാൾ പറഞ്ഞു, ഖുർആനിൽ ഈമാൻ കാര്യം 5 പറഞ്ഞിട്ടുള്ളൂ. മുഹമ്മദ് നബി 6 പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖുർആൻ പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത്. ഇയാളെ തങ്ങളായിട്ട് കൂട്ടാൻ പറ്റുമോ?
ഇയാൾ പറഞ്ഞത് മോമിനിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഈമാൻ കാര്യം 5 ഉള്ളൂ. അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞതോ? മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖുർആനിൽ 5 പറഞ്ഞിട്ടുള്ളൂ. ഇയാളുടെ കണ്ടുപിടുത്തമാണ്. അയാൾ ആമന റസൂൽ ശരിക്ക് പഠിച്ചിട്ടില്ല. അതാണ് കാരണം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മസ്ജിദി എന്ന് പറഞ്ഞ ആയത്ത് അയാൾ ഓതിയിട്ടുണ്ട്, എൻ്റെ അർത്ഥം അയാൾ പഠിച്ചിട്ടില്ല. അതാണ് കാരണം. സാക്ഷാൽ കെ കെ അബൂബക്കർ ഹസ്രത്ത് ആദ്യം ഹജ്ജിന് പോയപ്പോൾ ഒരറബിയുടെ മുറ്റത്ത് മൗദൂദിയെ കണ്ടു. ഒരു സ്വീകരണത്തിൽ അവരൊന്നിച്ച് സംബന്ധിച്ചു. സ്വീകരണം കഴിഞ്ഞ് ഈ താടിക്കാരനെ പരിചയപ്പെട്ടപ്പോൾ അബുൽ അല മൗദൂദിയാണ്. അദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരറബി കൊടുത്ത സ്വീകരണമാണ്. ആ അറബി സ്വീകരണം കൊടുത്ത് സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ നന്ദി പറയാനുള്ള 4 വാക്ക് അറബി മൗദൂദിയുടെ കയ്യിലില്ല. അയാൾ ശുക്രിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞത്. ഉമർ മൗലവി അനുഭവം രേഖപ്പെടുത്തുന്നു. മറ്റൊരിടത്ത് അതേ അനുഭവം കെ കെ ഹസ്രത്ത് ഉസ്താദ് രേഖപ്പെടുത്തുന്നു. ആ സദസ്സിൽ അയാൾ പറഞ്ഞ വാക്ക് ശുക്രൻ എന്നാണത്രേ. ശുക്രൻ എന്ന് പറഞ്ഞാൽ ബുധൻ, ശുക്രൻ, ശനി എന്നൊന്നും പറയണ ആ ശുക്രനല്ല. പക്ഷെ അത് അറബിയിൽ പറയുന്ന ഒരു നന്ദി വാക്ക്. അതുപോലും പറയാൻ കിട്ടാതെ ശുക്രിയ എന്ന് മാത്രം പറഞ്ഞ്, സുബ്ഹാനല്ലാഹ്, അറബി ഭാഷയിൽ പാണ്ഡിത്യമില്ല എന്നയാൾ തന്നെ എഴുതിയിട്ടുള്ളതുപോലെ ഈമാൻ കാര്യം 5 ഉള്ളൂ എന്നൊരുത്തം പറഞ്ഞാൽ, മുഹമ്മദ് നബി 6 എണ്ണിയിട്ടുണ്ടെങ്കിലും ഖുർആനിൽ 5 ഉള്ളൂ എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കോലം എന്താണ്? അവർക്ക് തന്നെയാണോ വോട്ട് ചെയ്യേണ്ടത്? ആലോചിക്കാവുന്നതാണ്. അത്തരം ആളുകളെ ലോകത്തെവിടെയുമില്ല, ചമ്മന്തിക്ക് കൂട്ടാൻ പോലുമില്ല. അവരെ തലയിലേറ്റി കൊണ്ട് നടക്കണം എന്ന് വേറെ ആരെങ്കിലുമൊക്കെ പാസ്സാക്കിയാൽ അതാണോ അതിൻ്റെ ശരി? ആഖിറുസ്സമാനാണ്, വല്ലാത്തൊരു കാലമാണ്. നമ്മൾ കുറേ വെട്ടിനിരത്തലുകൾക്ക് വിധേയരാണ്. പല ലിസ്റ്റിൽ നിന്നും നമ്മളെ പേരൊക്കെ വെട്ടുകയാണ്. ഓരോരുത്തർ അതിനു വേണ്ടിയുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ അത് വാജ്പേയിൻ്റെ ആണ്ടാണ് എന്ന് ഷടിക്കുന്ന ഭരണകൂടം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും. വേറെയുള്ള ഡിസംബർ 25 കണക്കൊന്നും അവിടെ ഇല്ല, അവർക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണ് കാലം പോകുന്നതെന്ന് നല്ലോണം ആലോചിക്കണം. ഈമാൻ ഉള്ളത് നശിച്ചു പോകാതെ നമ്മൾ രക്ഷപ്പെടുത്തണം. ഉള്ള ഈമാൻ മറ്റുള്ളവരുടെ ഏതെങ്കിലുമൊക്കെ വാശിക്ക് വേണ്ടി നമ്മൾ നശിപ്പിക്കാതെ നോക്കണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ ഉമ്മത്തിനെ അള്ളാഹു നന്നാക്കി തരട്ടെ. അഹിബ്ബൂന മഹബ്ബത്തുൽ ഇസ്ലാം. വിഗ്രഹവൽക്കരിച്ച് ഞങ്ങളെ ആരും സ്നേഹിക്കണ്ട. ഇസ്ലാമിൻ്റെ പേരിലുള്ള സ്നേഹം മതി ഞങ്ങൾക്ക് എന്ന് സയ്യിദുന അലി സൈനുൽ ആബിദീൻ. ആ സ്നേഹത്തിൻ്റെ പട്ടികയിൽ നമുക്ക് സ്നേഹിക്കാവുന്ന ആളാണ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അജ്മീറിലെ ഹാജാ തിരുമനസ്, മമ്പുറത്തുറങ്ങുന്ന മഹാമനുഷ്യൻ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ, അതുപോലെയൊക്കെയുള്ള മഹാന്മാർ. ആ മഹത്തുക്കളുടെ പട്ടികയിൽ ജാമിഅ അഹിയ സുന്നയുടെ പ്രസിഡൻ്റായിട്ട് ഒക്കെ ഉസ്താദിൻ്റെ ശിഷ്യനായും നല്ലൊരു ആലിമായും ആവശ്യത്തിന് ചങ്കൂറ്റം, ആണത്തം, അതാത് സന്ദർഭങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറുകയും ചെയ്ത ഓരോരുക്കും മനുഷ്യൻ്റെ പേരാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു ബഹുമാനപ്പെട്ടവരെ കുടുംബാംഗങ്ങൾക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബാംഗങ്ങളിൽ നല്ല ഹസനികൾ ഒക്കെ ഇവിടെ ഇൻഷാ അല്ലാഹ് രൂപപ്പെട്ടു വരുന്നു. വലിയ സന്തോഷം ഇവിടെ അറിയിക്കുന്നു. അള്ളാഹു ഈ സ്ഥാപനത്തെ മഹാന്മാരിലേക്കുള്ള ചവിട്ടുപടികളായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. റജബ് മാസം 1 മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടാണ്. ഹസനുൽ ബസ്വരി തങ്ങളുടെ ആണ്ടാണ്. റജബ് മാസം 4 ഇന്നോ ഇന്നലെയോ ഉവൈസുൽ ഖറനി തങ്ങളുടെ ആണ്ടാണ്. എത്ര മഹാന്മാരെ പറ്റി നമുക്ക് പറയാനുണ്ട്. സ്വഹാബി അല്ലെങ്കിലും ഉമറെ, സ്വഹാബിയായ തങ്ങൾ വളരെ വിദൂരത്തു നിന്ന് വരുന്നൊരു പാവം മനുഷ്യനെ സ്വഹാബിയല്ലാത്ത താബിഈനെ കാണും. മുത്തുനബി തങ്ങൾ പറയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്,
എന്നെ ആ മനുഷ്യൻ കണ്ടിട്ടില്ലെങ്കിലും അയാളെ ഞാൻ കാണുന്നുണ്ട്. അയാളൊരു പാവം പാണ്ഡുരോഗിയായിരുന്നു. ഇപ്പം പാണ്ടൊക്കെ മാറി. മൂപ്പര ശരീരത്തിൽ ഒരു ഉറുപ്പിക വട്ടത്തിൽ മാത്രമേ ഇപ്പോൾ പാണ്ട് ഉള്ളൂ. ആളെ പേര് ഉവൈസ് എന്നാണ്, ഉപ്പാൻ്റെ പേര് ആമിർ എന്നാണ്. അതാ യമൻ പ്രദേശത്തുള്ള ആളാണ്. മുറാദ് ഖബീലയിൽപ്പെട്ടൊരു മനുഷ്യനാണ്. എപ്പോഴെങ്കിലും അയാളെ മക്കത്തോ മദീനയിലോ കണ്ടാ വിടരുത്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതാണ് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആളെ തെരഞ്ഞു കണ്ടുപിടിച്ചു, മുറുക്കിപ്പിടിച്ചു, കരഞ്ഞു. നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളെ സ്വഭാവം. നിങ്ങളെനിക്ക് വേണ്ടി ദ്വാരക്കണം. സ്വഹാബിയല്ലാത്ത ഒരു മനുഷ്യനോട് സ്വഹാബത്തിൻ്റെ ശൈഖായ ഉമർ ഇബ്നുൽ ഖത്താബ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് ചെയ്തതാണ്. എന്തുകൊണ്ട് മൂപ്പര് ഹയാത്ത് കാലത്ത് മുത്തുനബിയുടെ മദീനയിലേക്ക് വന്നില്ല? നാട്ടിൽ പാവപ്പെട്ടൊരു ഉമ്മയുണ്ട്. ഉമ്മാനെ വേറെ ആര് നോക്കിയാലും ശരിയാവില്ല, ഇയാൾ നോക്കിയാലേ പറ്റൂ. വയസ്സായ ഉമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകണം മൂത്രമൊഴിക്കാൻ, ഇങ്ങോട്ട് കൊണ്ടുപോകണം വേറെ ചില ആവശ്യങ്ങൾ നിർവഹിക്കാൻ. ആ നേരത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, കഴുകിക്കൊടുക്കണം, തുടച്ചു കൊടുക്കണം, പിന്നെ എടുത്തു കൊണ്ടുവന്ന് കിടത്തണം. അതിന് അന്യൻ പറ്റില്ല. അതൊരു വലിയ വിഷയം തന്നെയാണ്. ആ വിഷയത്തിലെ ഒരേ ഒരു പരിഹാരം മകനാവുക എന്നുള്ളതാണ്. ഉമ്മ വലിയ ഒരു സ്വർഗീയ കവാടമാണ്. ആ കവാടം അടയ്ക്കേണ്ടവർ അടച്ചോളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളാരെയും അക്കൂട്ടത്ത് പെടുത്താതിരിക്കട്ടെ. ആ കവാടം മലർക്കെ തുറന്നു കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുണ്ടോ? അതിനുവേണ്ടി ശ്രമിച്ചോളൂ. ഒരു കുട്ടിനാൾ പാടിയത് നമ്മൾ കേട്ടു മീലാദ് ആഘോഷത്തിൻ്റെ വേദിയിൽ. എനിക്കെൻ്റെ ഉമ്മാൻ്റെ മോനാകണം. അന്ന് ആ ഉമ്മ കുറേ കരഞ്ഞിട്ടുണ്ടാവും. സദസ്സിലെ കുറേ ഉമ്മമാരും കരഞ്ഞിട്ടുണ്ടാവും. പിറ്റേന്ന് രാവിലെ ആ കുട്ടി മരിച്ചു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. അല്ലാഹുവേ, ഒരാൾക്ക് മരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലം ഉമ്മ ജീവിച്ചിരിക്കുമ്പോഴാണ്. അത്ര കനത്തിൽ വേറെ ആരും ദ്വാരക്കൂല. വേറെ ആരെ ദ്വാരക്കും അത്ര കനത്തിൽ ഉത്തരവുണ്ടാവില്ല. ഒരു കഥാപ്രസംഗവും വഅളുമൊക്കെ അവതരിപ്പിക്കുന്ന പാലക്കാട്ടുകാരൻ ഉസ്താദ് പ്രഭാഷണത്തിൻ്റെ ആവേശത്തിനിടയിൽ ഒരു നെഞ്ചുവേദനയൊക്കെ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഉമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, കുറേ കാലം ആയുസ്സിനൊന്നും പൂതില്ല എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അന്ന് ആ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ആ വേദിയിൽ വെച്ച് അദ്ദേഹം മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏറ്റവും വലുത് ഉമ്മ തന്നെയാണ്. അത്രയും കനത്തിൽ വേറെ ആർക്കും ദുആ ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിർ അൽ ഖറനി, ആള് ശാന്തം, പാവം, നോക്കിപ്പിടിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങോട്ട്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയാണ്, അയാളെ കണ്ടാൽ പിടികൂടണം, വിടരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തതാണ് നാം ഹദീസുകളിലൊക്കെ കാണുന്നതെങ്കിൽ ആ മഹാപുരുഷൻ ചരിത്രത്തിൽ പലയിടത്തും നിറഞ്ഞു നിൽക്കുന്നു. കുപ്പയിലേക്ക് ചെല്ലും. കുപ്പ, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ആവശ്യമുള്ള ചിലത് 1-2 ദിവസത്തേക്ക് മൂപ്പര് സംഭരിക്കും. ആ കുപ്പയിൽ ചിലപ്പോൾ പട്ടികളുണ്ടാവും, പൂച്ചകളുണ്ടാവും, കാക്കകളുണ്ടാവും. അദ്ദേഹം പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുൽ മിമ്മാ യലീക, നമ്മളെ മുന്നിലുള്ളത് തിന്നണം. അതുകൊണ്ട് കാക്കകളെ നിങ്ങളെ മുമ്പിലുള്ളത് നിങ്ങൾ തിന്നോളി, പൂച്ചകളെ നിങ്ങളെ മുന്നിലുള്ളത് നിങ്ങൾ തിന്നോളി, നായ്ക്കളെ നിങ്ങളെ മുന്നിലുള്ളത് നിങ്ങൾക്കുള്ളതാണ്. എന്നെ നിങ്ങൾ ബഹുമാനിക്കൊന്നും വേണ്ട. ഞാൻ എനിക്കെന്തെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ നോക്കട്ടെ. നിങ്ങളെക്കാൾ ഉത്തമൻ ഞാനാണോ? എനിക്കറിയില്ല. സിറാത്ത് പാലം കടന്നാൽ ഉറപ്പ് ഞാനാണ് നിങ്ങളെക്കാൾ ഉത്തമൻ. അത് ഉറപ്പില്ലാത്തത് കൊണ്ട് എന്നെ നിങ്ങൾ പേടിച്ച് വഴിമാറേണ്ടുന്നൊരാവശ്യവുമില്ല എന്ന് പൂച്ചയോട് കാക്കയോടൊക്കെ സംസാരിക്കുന്ന ഉവൈസ് ഇബ്നു ആമിർ എവിടെ?
അഹങ്കാരം ഉള്ളവൻ്റെ ഒരൊറ്റ അമലും അള്ളാഹു സ്വീകരിക്കൂല. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നമ്മൾ എവിടെ എന്നാലോചിച്ച് നോക്കുക. അള്ളാഹു നമ്മളെയൊക്കെ ഖൽബ് നന്നാക്കി തരട്ടെ. ആ മഹാപുരുഷനാണ് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. വലിയ മഹാപുരുഷൻ. അള്ളാഹു അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സ്വഭാവം, നമ്മളെ പെരുമാറ്റം, നമ്മുടെ ജീവിതം എല്ലാം നല്ലതാക്കി തരുമാറാകട്ടെ.